മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ വിടവാങ്ങിയിരിക്കുന്നു. 87 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2004 മുതൽ 2018 വരെ തുടർച്ചയായി 14 വർഷം UDFന്റെ കൺവീനറായിരുന്നു ശ്രീ പി തങ്കച്ചൻ. മന്ത്രിയായും നിയമസഭാ സ്പീക്കറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. MK ഷുക്കൂർ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു. ഷുക്കൂർ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കേരളത്തിന് വലിയ നഷ്ടമാണ് പി തങ്കച്ചന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നേതാക്കളെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? എപ്പോഴാണ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം എടുക്കുക? സൈഫുദ്ദീൻ UDF കൺവീനറും മുൻ മന്ത്രിയും അതുപോലെ തന്നെ സ്പീക്കറുമെല്ലാമായിരുന്ന പി തങ്കച്ചൻ 4:30 അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടാകുന്നത്. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് ചില നടപടിക്രമങ്ങൾക്കെല്ലാം ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആശുപത്രിയിലെ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. DC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഒപ്പം തന്നെ ബെന്നി ബെഹനാൻ MP അടക്കമുള്ള നേതാക്കൾ ജില്ലയിൽ തന്നെയുണ്ട്. അവർ അല്പസമയത്തിനകം ആശുപത്രിയിലെത്തും. ഒപ്പം തന്നെ തങ്കച്ചൻ്റെ ബന്ധുക്കളും അവിടെയുണ്ട്. അവരുമായി കൂടിയാലോചിച്ച് മാത്രമായിരിക്കും ഈ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ പൊതുദർശനം അതുപോലെ തന്നെ സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളിലുള്ള ഒരു അന്തിമ തീരുമാനമെടുക്കുക. നിലവിൽ മറ്റന്നാൾ മൃതദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ മൃതദേഹം ഇന്ന് ആശുപത്രി മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കാനാണ് തീരുമാനം. രാവിലെ ആയിരിക്കും മിക്കവാറും അദ്ദേഹത്തിൻ്റെ അങ്കമാലിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. പിന്നീട് ടൗൺ ഹാളിലും അതുപോലെ തന്നെ DCCയിലും പൊതുദർശനം നടത്തുന്നതിനെക്കുറിച്ചാണ് ആലോചന. ഇക്കാര്യത്തിൽ തീരുമാനം വരാൻ പോകുന്നതേയുള്ളൂ. എന്തായാലും എറണാകുളത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ രാഷ്ട്രീയത്തിൽ വലിയ നിർണായകമായ സംഭാവനകൾ അർപ്പിച്ച പ്രധാനപ്പെട്ട ഒരു മുതിർന്ന നേതാവ് തന്നെയായിരുന്നു പി തങ്കച്ചൻ. അദ്ദേഹം ഏതാണ്ട് 1 വർഷമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. കഴിഞ്ഞ 1 മാസമായി അദ്ദേഹം പലപ്പോഴും ഗുരുതരാവസ്ഥയിലേക്ക് പോയി. എങ്കിൽ പോലും അദ്ദേഹം സാധാരണ നിലയിലേക്ക് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരുമെല്ലാം ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തെ ആലുവയിലെ ആശുപത്രിയിലും ഒപ്പം തന്നെ വീട്ടിലും വന്ന് കണ്ടുപോയിക്കൊണ്ടിരുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ, അവരെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അവരെല്ലാം തന്നെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയാണ് പങ്കിട്ടത്. എന്നാൽ ഇന്ന് 4:30 അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടായി. ഇനിയിപ്പോൾ നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് നൽകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. എറണാകുളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തനായ ഒരു നേതാവായിരുന്നു പി തങ്കച്ചൻ. അദ്ദേഹവും TH മുസ്തഫയുമായിരുന്നു ഒരുപക്ഷെ ഈ ജില്ലയിലെ പാർട്ടിയെ താങ്ങി നിർത്തിയ പ്രധാനപ്പെട്ട നേതാക്കളിൽ 2 പേർ. അതിൽ TH മുസ്തഫ നേരത്തെ മരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ പി തങ്കച്ചനും ഓർമ്മയായിരിക്കുന്നു. അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാനായി നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ആലുവയിലേക്കും അതുപോലെ തന്നെ അങ്കമാലിയിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേതാക്കളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നുണ്ട്. അസ്ലം, രാഷ്ട്രീയ കേരളത്തിനും പാർലമെന്ററി രംഗത്തും ഭരണരംഗത്തുമൊക്കെ നിർണായകമായ സംഭാവനകൾ നൽകിയ രാഷ്ട്രീയ നേതാവ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പി തങ്കച്ചൻ വിടവാങ്ങുമ്പോൾ രാഷ്ട്രീയ കേരളം ഏതൊക്കെ അർത്ഥത്തിലാണ് പി തങ്കച്ചനെ ഓർക്കേണ്ടത്, സ്മരിക്കേണ്ടത്? ആസിഫ്, കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് തലത്തിൽ തന്നെ ഗ്രൂപ്പുമായിട്ട് തന്നെ മാറി നിന്നുകൊണ്ട് പലപ്പോഴും മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയമാണ്. അതേസമയം തന്നെ അതിൽ തന്നെ ചില നേതാക്കൾ ഗ്രൂപ്പുകൾക്ക് അതീതമായി തന്നെ, ഗ്രൂപ്പിൻ്റെ ഭാഗമായിരിക്കെ തന്നെ ഗ്രൂപ്പിന് അതീതമായി തന്നെ പാർട്ടിയിലെ ഒരു മധ്യസ്ഥനായിട്ടും അല്ലെങ്കിൽ എല്ലാവർക്കും സമീപിക്കാനും കഴിയുന്ന, പ്രശ്നങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന ഒരു ആളായി അറിയപ്പെടാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു അറിയപ്പെടുന്ന ഒരു നേതാവായിരുന്നു പി തങ്കച്ചൻ എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. അത് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് തുടക്കം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ഘടകമായ മണ്ഡലം പ്രസിഡന്റിൽ തുടങ്ങി KPCC അധ്യക്ഷൻ വരെയായ താഴെത്തട്ടിൽ നിന്ന് തന്നെ വളർന്നു വന്ന് മണ്ഡലം പ്രസിഡന്റായി, പിന്നെ അങ്ങോട്ട് ബ്ലോക്ക് പ്രസിഡന്റായി, പിന്നെ DCCയുടെ പ്രസിഡന്റായി, പിന്നെ അങ്ങോട്ട് KPCCയുടെ വൈസ് പ്രസിഡന്റായി, പിന്നെ KPC പ്രസിഡന്റായി, അങ്ങനെ ഉയർന്നു വന്ന് MLA തുടർച്ചയായി പെരുമ്പാവൂർ എന്ന് പറയുന്ന മണ്ഡലത്തെ 4 തവണ പിന്നെ പ്രതിനിധീകരിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്പീക്കറാവുന്നു. പിന്നെ UDF കൺവീനർ എന്ന് പറയുന്ന മുന്നണിയുടെ തന്നെ ഒരു പിന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്ന ഒരു അപ്പോൾ അടിമുടി കോൺഗ്രസ്സുകാരനും അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ K കരുണാകരൻ എന്ന് പറയുന്ന ലീഡറിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു മധ്യ കേരളത്തിലെ നേതാവായിരുന്നു പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് മത്സരിക്കുകയും വിജയിക്കുകയൊക്കെ ചെയ്ത പിന്നെ പി തങ്കച്ചൻ. അതുകൊണ്ട് തന്നെ പലതരത്തിലും പാർട്ടിക്കകത്ത് നടക്കുന്ന പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒരു മധ്യസ്ഥൻ്റെ റോളിൽ, പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള റോളിൽ
വരുന്നൊരു ആളായിരുന്നു. അതേസമയം തന്നെ കോൺഗ്രസ് എന്ന വികാരത്തിൽ അതിശക്തമായി ഉറച്ചിരുന്നുകൊണ്ട് പലതരത്തിലുള്ള ഇടപെടലുകളും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. എറണാകുളത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന കേന്ദ്രമായിരുന്നെങ്കിൽ പോലും പിന്നീട് സംസ്ഥാന തലത്തിൽ തന്നെ ഉയർന്നൊരു നേതാവായി മാറി. KPC അധ്യക്ഷനായിരുന്നപ്പോഴും അതോടൊപ്പം തന്നെ UDF കൺവീനർ ആയിരുന്നപ്പോഴും സംസ്ഥാന തലത്തിൽ നമുക്കറിയാം UDF കൺവീനർ സ്ഥാനം എന്ന് പറയുന്നത് മുന്നണികളിൽ തന്നെ പല പാർട്ടികളെയും യോജിപ്പിച്ച് നിർത്തേണ്ടതാണ്. അതേസമയം തന്നെ കോൺഗ്രസിനകത്ത് പല ഗ്രൂപ്പുകൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും മറ്റുമൊക്കെ വളരെ നിർണായകമായ വളരെ ഭരണ നേതൃത്വം, ഉമ്മൻചാണ്ടി നേതൃത്വവും അതോടൊപ്പം തന്നെ KPC നേതൃത്വവുമായിട്ടൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സമയത്തൊക്കെ തന്നെയും ആ സമയത്ത് മുന്നണിയിലെ അസ്ലം, കോൺഗ്രസ് നേതാവ് പാലോട് രവി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ പാലോട് രവി, താങ്കൾക്കൊക്കെ വ്യക്തിപരമായി അടുപ്പമുള്ള ഒരു നേതാവും കൂടിയായിരിക്കും നിശ്ചയമായും ശ്രീ PP തങ്കച്ചൻ. കാരണം കുറേ നാളുകൾ അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ആ നിലയ്ക്ക് വ്യക്തിപരമായ അടുപ്പവും ഒക്കെ ഉണ്ടാകും. PP തങ്കച്ചന്റെ വിയോഗം കോൺഗ്രസിന്, രാഷ്ട്രീയ കേരളത്തിന് എത്ര വലിയ നഷ്ടമാണ് ശ്രീരവി? അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ അദ്ദേഹം നിയമസഭാ സ്പീക്കറായിരിക്കുന്ന സമയത്ത് ഞാൻ അന്ന് MLA ആയിരുന്നു. അദ്ദേഹം കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നിയമസഭാ സ്പീക്കർ എന്നുള്ള നിലയിൽ നമുക്കറിയാം, ഒരു ഭരണകക്ഷിയുടെ ബിസിനസ് നടത്തി കൊടുക്കുന്ന ഒരാളാണ് സ്പീക്കർ. ഒരുപാട് സംഘർഷങ്ങൾ സഭയിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ വ്യക്തിപരമായ ബന്ധങ്ങൾ ഈ പ്രതിപക്ഷ നേതാക്കളുമായി സ്ഥാപിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതത്തോടെ ഞാനൊക്കെ അന്ന് ആദ്യമായി നിയമസഭയിൽ വന്നയാളാണ്, നോക്കി നിന്നിട്ടുള്ളത്. ഇത്രയും അദ്ദേഹം മറ്റൊരു തന്ത്രവുമല്ല ഉപയോഗിക്കുന്ന സ്നേഹമാണ്. ഇത് നിയമസഭയെ പലപ്പോഴും അദ്ദേഹം സ്നേഹ സദസ്സാക്കി മാറ്റിയിട്ടുണ്ട്. പാർട്ടി ആസ്ഥാനം അതൊരു സ്നേഹ സദസ്സാണ്. വളരെ വികാര വിക്ഷോഭത്തോടുകൂടി അവിടെ സംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മേഖലകളിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ തമ്മിലാകാം, അല്ലെങ്കിൽ പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ആകാം, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരെ വിളിച്ചിരുത്തി എത്ര സ്നേഹത്തോടെയാണ് അദ്ദേഹം. ഒരിക്കൽ പോലും അദ്ദേഹം ഒരു വികാരത്തില് ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹമായിട്ട് ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് KPCC ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ നിയമസഭാ സാമാജികനായിരുന്ന കാലഘട്ടം, പാർട്ടിയുടെ കുറേ കാലം അദ്ദേഹം പാർട്ടി പ്രസിഡന്റ് ആയിരുന്നു. അതിനകത്തൊക്കെ എല്ലാത്തിനും ഉപരി UDF കൺവീനർ ആയിരുന്ന പല സംഘർഷങ്ങളും ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇത്രയും അതാണ് വളരെ വളരെ ചിട്ടയോടുകൂടി, വളരെ ശരിക്കും പറഞ്ഞ ഒരു സാംസ്കാരികമായ ഔന്നത്യം പോലും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ. പാർട്ടി എന്നും പാർട്ടിയാണ്. അദ്ദേഹം ചെല്ലുന്നവരോടെല്ലാം അദ്ദേഹം പറയുന്ന അതാണ്, നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഓരോ ഇടങ്ങളുണ്ടാകും, പക്ഷേ ഈ ഇടങ്ങളെല്ലാം നമ്മുടെ പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന് ഇങ്ങനെ ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചു കൊണ്ടിരുന്ന അപൂർവം നേതാക്കളിൽ ഒരു ഏറ്റവും നല്ല ഒരു പാർട്ടി സ്നേഹിയാണ് വിട്ടുപോയിരിക്കുന്നത്. അതാണ് തങ്കച്ചനോടുള്ള ഏറ്റവും കൂടുതൽ. കാരണം അത്ര അടുപ്പം ഞാനൊക്കെ നമുക്ക് എത്രമാത്രം പ്രോത്സാഹനമാണ്. നിയമസഭയിൽ ഞാൻ ഈ സ്വകാര്യ ബില്ലുകൾ ഏറ്റവും കൂടുതൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ആളാണ്. ആ സ്വകാര്യ ബില്ല് ഞാൻ അവതരിപ്പിക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ചത് ഓരോരോ അവശത അനുഭവിക്കുന്ന മേഖലകളിലുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് നിയമസഭയിൽ കൊണ്ടുവന്ന് ആ നിയമസഭയിൽ അതൊരു ബില്ലാക്കി മാറ്റി നിയമസഭയിൽ മണിക്കൂറുകളോളം അത് ഈറ്റ തൊഴിലാളികളാകട്ടെ, നമ്മുടെ ലോഡിംഗ് തൊഴിലാളികളുടേതാകട്ടെ, തോട്ടം തൊഴിലാളികളുടേതാകട്ടെ, പ്രാദേശിക പത്രപ്രവർത്തകരുടേതാകട്ടെ, ഇതിനെല്ലാം അദ്ദേഹത്തിന്റെ പ്രോത്സാഹനയും പിന്തുണയും അദ്ദേഹം അന്നത്തെ MLA-മാർക്ക് നൽകിയിരുന്നു. വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ, വലിയ നഷ്ടമാണ് ശ്രീ PP തങ്കച്ചന്റെ വേർപാടിലൂടെ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. വളരെ വളരെ ചെറുപ്പകാലത്തെ അദ്ദേഹത്തിന് ചെയർമാനാകാൻ കഴിഞ്ഞു. അവിടെ 26-25 വയസ്സുള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് ചെയർമാനാകാൻ കഴിഞ്ഞു. തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും കോൺഗ്രസ് ആയിരുന്നു. അത് ഏതെങ്കിലും മാനിപ്പുലേഷനിലൂടെ അദ്ദേഹം ഒരു സ്ഥാനത്ത് വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ അംഗീകാരവും മികവും കണക്കിലെടുത്തുകൊണ്ടാണ് അന്നത്തെ പരിണിതപ്രജ്ഞരായ നേതാക്കൾ ശ്രീ ആന്റണി ആകട്ടെ, ശ്രീ K കരുണാകരനാകട്ടെ, ശ്രീ ഉമ്മൻചാണ്ടി ആകട്ടെ, അവരെല്ലാവരുമുള്ള ആ ലീഡർഷിപ്പ് അദ്ദേഹം ഇങ്ങനെ പടവുകൾ അദ്ദേഹം കയറി വന്നതാണ്. അധ്വാനത്തിലൂടെ, സമർപ്പണത്തിലൂടെ, ത്യാഗത്തിലൂടെ അദ്ദേഹം കടന്നു വന്നാണ് ഈ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ വളരെ വ്യക്തിപരമായി അടുപ്പമുണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. എന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ തീരാ ദുഃഖത്തിൽ, സഹപ്രവർത്തകരുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു.